ഗായ്സ് ഇത് നോക്കൂ ഗായ്സ്, ഞങ്ങൾക്കിവിടെ വീട്ടിൽ കറണ്ടില്ല. ഇവിടെ മാത്രമാണ് ഗായ്സ് പോയത്, ബാക്കി എല്ലാ വീട്ടിലും ഉണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്ത്. അങ്ങനെ അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഇലക്ട്രീഷ്യനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ മെയിൻ ഓഫീസിലേക്ക് വിളിച്ചു പറയാം, അപ്പോൾ അവർ വന്ന് നോക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞ കാണുന്നില്ല. എന്താ പറഞ്ഞ? ആ രാത്രി അവര് തിരിച്ചു വരാന്ന് പറഞ്ഞല്ലേ. രാത്രി ഈ സമയത്തും നമ്മളെ നാട്ടിലാണെങ്കിൽ ഉണ്ടാവുമോ അല്ലെ ഇങ്ങനെ 10:45 ഈ സമയത്ത്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ പോലും എടുക്കൂല. തിരിച്ചു വരുമെന്ന് അറിയില്ല കേട്ടോ. ഫോണൊക്കെ എടുത്തിട്ടുണ്ട്, അവരിൽ ഫുൾ ടൂൾസും ലാഡറും ഒക്കെ ഉണ്ട്. അവര് തിരിച്ച് നോക്കിയിട്ട് വരാൻ വേണ്ടി മെയിൻ യൂണിറ്റ് പോയി നോക്കാൻ പോകണമെന്ന് അറിയില്ല. വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്റെ ഭാര്യ അതും വ്ളോഗാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നോക്കൂ, അടുത്ത വീട്ടിലൊക്കെ ഉണ്ട് ലൈറ്റ്. ഇതാ ഇവിടെ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും ഉണ്ട് ലൈറ്റ്. പക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രം ലൈറ്റില്ല. ഇരുട്ട് നിറഞ്ഞ വീട്. 2 അകത്തുണ്ട്. 2 ആളുകൾ അകത്തിരിക്കുകയാണ്. രണ്ട് കുഞ്ഞു മക്കൾ അകത്തിരിക്കുന്നുണ്ട്. അൻഷു അൻഷു കേൾക്കാമോ? കേൾക്കുന്നില്ലേ? എന്തെല്ലാം ഉണ്ട്. അവിടെ ഇരുന്നട്ടോ, പുറത്ത് കൊതുണ്ട്. കൊതു കടിക്കും. അമ്മിക്കുട്ടി അവിടെ സ്ലീപ്പ് ചെയ്തോ, ഇപ്പൊ വരാം. തവള കരയുന്നുണ്ട്. ഒന്നില്ല. അങ്ങനെ ഗൈസ് ദാ നമുക്ക് ലൈറ്റ് വന്നിരിക്കുന്നു. അതാ സമയം 10:52, 5 മിനിറ്റ്. അതാ അവരെ സൗണ്ടാണ് ആയിരിക്കും. 5 മിനിറ്റ് കൊണ്ട് വന്നു രാത്രി. അതെ, ഫാസ്റ്റാട്ടോ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അവരല്ല ആണെങ്കിൽ ഓൺ അടിക്കൂല. വൗ, അത് അടിപൊളി. ആണോ? ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ടാവില്ലല്ലോ. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം കത്തിയോ? നമുക്ക് മാത്രല്ല, ബാക്കി മൊത്തത്തിൽ പോയതായിരുന്നു. പക്ഷെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ സ്ട്രീറ്റ് ലൈറ്റ്. അതല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ എല്ലാം ഒരു ലൈനായിരിക്കാം ചിലപ്പോ. അവര് വരുമ്പോ കാണാം. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് അവര് സോൾവ് ചെയ്തു പ്രശ്നം. അതെ, ഇതൊക്കെയാണ് കണ്ടുപഠിക്കേണ്ടത്. എല്ലാവരും പാടാക്കണം. ആഫ്രിക്ക എന്ന് പറയുന്നത് നമ്മൾ പുച്ഛിച്ചാണ്. 5 മിനിറ്റ് കൊണ്ട് വിളിച്ച് 5 മിനിറ്റ് കൊണ്ട് അവര് വന്നു. അത് ഈ രാത്രി 5 മിനിറ്റ് കൊണ്ട് അവര് സോൾവ് ചെയ്തു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു 12 മണിക്ക് 1 മണിക്ക് വിളിച്ചാലും അവര് വേണമെങ്കിൽ വരും. അവര് നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാരാ പോലും. അവര് നമ്മളോട് പറഞ്ഞത് നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുട്ടോ എന്നാ പറഞ്ഞത്. ഞാൻ എന്താ മുടിയൊക്കെ കെട്ടി വെച്ച് രാത്രി കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അതാണ് ഞാൻ അധികം എന്നെ കാണിക്കാത്തത്. അപ്പൊ നമുക്ക് 2 ആൾക്കാർ ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ, അവരുടെ സന്തോഷം എന്താ നമുക്ക് കാണാം. കറണ്ട് വന്നതും TV വെച്ച്. ഹാപ്പി ആയോ അൻഷു? ഹാപ്പി ആയോ? ഞാൻ TV ഓഫാക്കി ഉറങ്ങാൻ പോവാ. രാവിലെ നേരത്തെ നീറ്റ് സ്കൂളിൽ പോണ്ടേ? ഓഫാക്കൂ. അമ്മിക്കുട്ടി ഇതാ അവര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരോടൊരു താങ്ക് യു പറയാം.